പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നാടിനെ, നമ്മുടെ ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മദ്യപാനം. മദ്യപാനത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന ഓരോ മക്കളെയും, ഓരോ കുടുംബനാഥന്മാരെയും, ഓരോ കുടുംബനാഥകളെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇന്നത്തെ യുവതലമുറ കുറച്ചുപേരെങ്കിലും മദ്യപിക്കുന്നവരാണ്. അതുമൂലം സമൂഹത്തിനുണ്ടാകുന്ന, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനുണ്ടാകുന്ന, പ്രത്യേകിച്ച് ദൈവം നൽകിയ അവരുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനാജനകമായ അവസ്ഥകളെക്കുറിച്ച് പലപ്പോഴും അവർ ബോധവാന്മാരാകുന്നില്ല. മദ്യപാനികളായിട്ടുള്ള ഓരോ മക്കളിലേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ഈ ആരാധനാ സമയം വലിയൊരു അനുഭവമായിട്ട് തീരാൻ വചനത്തിൻ്റെ ശക്തിയാൽ മദ്യപാനമെന്ന ആ ദുരാവസ്ഥയിൽ നിന്ന് എല്ലാ മക്കളും വിമോചിതരായി തീരുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, മദ്യപാനികളായിട്ടുള്ള, അതുമൂലം കുടുംബത്തെ ദുരിതം അനുഭവിക്കുന്ന, അതുമൂലം രോഗികളായിട്ട് തീർന്നിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. മദ്യത്തിൻ്റെ വിഷമകരമായ അവസ്ഥ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറാനുള്ള അനുഗ്രഹം ഓരോ മാതാപിതാക്കൾക്കും, ഓരോ മക്കൾക്കും, ഓരോ യുവാക്കൾക്കും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ച് മദ്യമെന്ന അവസ്ഥയിൽ നിന്നും വിമോചിതരാകാൻ സാധിക്കാതെ ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെല്ലാം ക്ഷമിച്ച് മദ്യപാനത്തിൻ്റെ തിക്താവസ്ഥയിൽ നിന്ന് വിമോചിതരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനം 51 ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഴിഞ്ഞ തലമുറയുടെ എല്ലാം ക്ഷമിച്ച് മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് എല്ലാവരും വിമോചിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം പലപ്പോഴും എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞുകട്ടയേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അജഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും. പാപികൾ അങ്ങേക്ക് തിരിച്ചു വരും. ദൈവമേ, രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഭാഷിതങ്ങൾ 23 അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഓരോ മദ്യപാനിയുടെയും അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടക്കുമ്പോൾ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവൻ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവൻ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. പ്രൊവർബ് സുഭാഷിതങ്ങൾ 23 അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഒന്നെടുത്ത് വായിക്കണം. നമ്മളുടെ അവസ്ഥയെക്കുറിച്ച്, മദ്യപിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായിട്ട് സുഭാഷിതങ്ങൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം, ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. മദ്യപിക്കാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വീണ്ടും വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനനുസൃതമായിട്ടാണ് ജീവിക്കേണ്ടത്. നമ്മളെക്കുറിച്ചാണ്. നമ്മൾ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. മദ്യത്തിൻ്റെ കെടുതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമോചനം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാശക്തിയുണ്ട്, മറിച്ച് ആത്മാവിൽ നിങ്ങൾ പൂരിതരാകുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാശക്തിയുണ്ട്, മറിച്ച് ആത്മാവിൽ പൂരിതരാകുവിൻ. സങ്കീർത്തനം 51:10-12 പറയുന്നു, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയുമരുതേ. മദ്യപാനത്തിൻ്റെ അവസ്ഥ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് അകലുന്ന അവസ്ഥകളായിട്ട് പലരും അനുഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നത്. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. വീണ്ടും നമുക്കതൊന്നും കൂടി കേൾക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും
നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ മദ്യപാനം എന്ന അവസ്ഥയിലായിരിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ മദ്യപാനം എന്ന അവസ്ഥയിലായിരിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈശോയെ ഈ ആരാധന സമയത്ത് മദ്യപാനികളായിട്ട് ആയിരിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാവരെയും സഹായിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം: അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അത്തരക്കാരായിരുന്നു. വീണ്ടും പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്, നമ്മളൊരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ മദ്യപാനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മറ്റ് ദുശീലങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് ഭാഗവാക്കുകളാകാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം: ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്ന് സുഭാഷിതം 20:1 പറയുന്നു. വീഞ്ഞു പരിഹാസകനാണ്, മദ്യം കലഹക്കാരനാണ്, അവയ്ക്കടിമപ്പെട്ടവനിൽ വിവേകമില്ല എന്ന്. സുഭാഷിതങ്ങൾ 20:1 പറയുന്നു, വീഞ്ഞു പരിഹാസകനാണ്, മദ്യം കലഹക്കാരനാണ്, അവർക്കടിമപ്പെട്ടവരിൽ വിവേകമില്ല എന്ന്. നമുക്ക് പ്രധാനപ്പെട്ട ഈ വലിയ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, നമ്മുടെ കുടുംബത്തിലുള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ഒരു വിമോചനം ലഭിക്കാൻ വേണ്ടി ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ മദ്യപാനാസക്തിയുള്ളവരെ അതിൽ നിന്നും മോചിപ്പിക്കണമേ. ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, അവർ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം വചനത്തിൻ്റെ ശക്തിയാൽ അവരെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമേ. നമ്മൾ വീണ്ടും സങ്കീർത്തനം 91 3 പ്രാവശ്യം ചൊല്ലി മദ്യപാനത്തിൻ്റെ അവസ്ഥയിൽ നിന്നും വിമോചിതരാകാൻ സാധിക്കാതെ ആയിരിക്കുന്ന ഓരോരുത്തരെയും നമ്മൾക്കറിയാവുന്നവരെ പേര് ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ജോമോനു വേണ്ടി, അതുപോലെ ഷാരോനു വേണ്ടി, സ്റ്റെനിലിനു വേണ്ടി, ആൻ്റണിക്ക് വേണ്ടി, ആൻറ്റുവിനു വേണ്ടി, ഡേവിസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലുള്ളവരെ ചേർത്ത് നിർത്തുക. ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ മദ്യപാനം എന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവർക്കും വിമോചനം ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും.
അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വലിയ ദാഹത്തോടെ മദ്യപാനികളായിട്ട് നമ്മുടെ ഇടയിലുള്ള എല്ലാവരെയും പേര് ചൊല്ലി ഓർത്തുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും 5 പേരുടെ പേരെങ്കിലും മനസ്സിൽ ഓർത്തുകൊണ്ട് മദ്യപാനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവർ വിമോചിതരാകാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് എന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടി മദ്യപാനാസക്തിയിൽ നിന്ന് വിമുക്തരാകാൻ സാധിക്കാതെ കഴിയുന്ന ഓരോ മക്കളെയും, അവരുടെ കുടുംബങ്ങളെ, അവിടുത്തെ മാതാപിതാക്കളെ, അതുപോലെ നമ്മളറിയുന്ന ഓരോ വ്യക്തികളെയും ഒരിക്കൽ കൂടി പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, 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 ഈ നിമിഷം വരെ മദ്യപാനത്താൽ വിഷമിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയായിരുന്നു. ഈശോയെ, ഈശോയെ, മദ്യപാനികളായിട്ടുള്ള ആരെങ്കിലും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അവരെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ കുർബാനയിലേക്ക് അവരോരോരുത്തരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് അവരോരോരുത്തരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് അവരോരോരുത്തരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് അവരോരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ
ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരിൽ നിന്ന് മദ്യമെന്ന ദുരാശക്തിയെ നീക്കിക്കളയണമേ, 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 നീക്കിക്കളയണമേ. അവരെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിലൂടെ, ഈ ആരാധനയുടെ ശക്തിയാൽ, അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച്, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാവരെയും വിമോചിപ്പിക്കണമേ, വിമോചിപ്പിക്കണമേ, വിമോചിപ്പിക്കണമേ.